മൂന്നാർ മേഖലയിൽ വഴിയോര വിൽപ്പനശാലകളിൽ മോഷണം ആവർത്തിക്കപ്പെടുന്നു. മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള 2 വഴിയോര വിൽപ്പനശാലകളിലാണ് മോഷണം നടന്നത്. ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായി ഇവർ പറയുന്നു. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. മൂന്നാർ ഫ്ലവർ ഗാർഡന് സമീപമുള്ള 2 വഴിയോര വിൽപ്പനശാലകളിലാണ് മോഷണം നടന്നത്. സൗന്ദരി, പ്രിയ എന്നിവരുടെ കടകളിലാണ് മോഷ്ടാക്കൾ കയറിയത്. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ മാത്രം ഇവിടെ 3 തവണ മോഷണം നടന്നതായി വ്യാപാരികൾ പറയുന്നു. 50,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന വിവിധ വസ്തുക്കൾ ഇരു കടകളിൽ നിന്നുമായി മോഷ്ടാക്കൾ കവർന്നു. 2 நாளுக்கு முன்னாடி நம்ம பல்சைக்கு வாங்கிட்டு போய் தான் சாணம் வாங்கி வச்சிருந்தது. இன்னைக்கு மொத்த சாணம் உள்ள இருந்து 50,000 சாணம் உபயோகிச்சு இன்னைக்கு வச்சிருந்த சாணம் மொத்தம் எழுதிட்டாங்க. நாங்களும் போலீஸில் பல வருஷம் கம்ப்ளைண்ட் பண்ணி மறுத்து போயிட்டோம். இதுக்கு ஒரு நல்ல ஒரு நடவடிக்கை எடுத்து சொல்லணும் கவர்மெண்ட் கேட்டு சொல்லிக்கிறோம். ഇതിനു മുമ്പും നിരവധി തവണ ഇവിടെ മോഷണം നടന്നിട്ടുള്ളതായി ഇവർ പറയുന്നു. പലപ്പോഴായി വലിയ തുകയുടെ സാധന സാമഗ്രികൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ട്. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ നടപടി വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. തുടർച്ചയായി മോഷണം നടന്നിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും വേണ്ട ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന പരാതി വ്യാപാരികൾക്കുണ്ട്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് ഇടപെടൽ നടത്തുന്നില്ലെങ്കിൽ സമര പരിപാടികളിലേക്ക് നീങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.